അപ്പൊ ചെവി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ചെവി തന്നെത്താൻ ക്ലീൻ ആവും. ചിലപ്പോൾ നമുക്ക് ചെവിയിൽ ഈ പറയുന്ന പോലെ ഒരു ഇറിറ്റേഷൻ എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോഴൊക്കെയും ആൾക്കാർ ഇയർബഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് തന്നെ നോക്കും. ഇയർബഡ്സ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ചെവിയിൽ ഇറിറ്റേഷൻ മാറ്റാനായിട്ട്. കറക്റ്റ്. ആ ഇറിറ്റേഷൻ വരുന്നത് ഹ. ചിലപ്പോൾ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടായിരിക്കും. ഓ. യെസ്. അപ്പൊ ഡാൻഡ്രഫിന് ട്രീറ്റ്മെന്റ് എടുത്താൽ ആ ചെവിയിലെ ഇറിറ്റേഷൻ മാറും. എസ്പെഷ്യലി ഇപ്പൊ റെയിനി സീസണിൽ ആ ഹ. ഡാൻഡ്രഫ് ചെവിയിൽ ഉണ്ടെങ്കിൽ, കാരണം ചെവിയിൽ ഈ മുടിയുടെ ഡാൻഡ്രഫ് കൂടും. ആ. അപ്പൊ ചെവിയിൽ ഇച്ചിങ് കൂടും. ആൻഡ് ഓക്കെ. സംടൈംസ് അത് രണ്ട് കോറിലേഷൻ ഉണ്ടെന്ന് ആരും അറിയുന്നില്ല. അറിയുന്നില്ല. ഓക്കെ. കേൾവി ശക്തി കുറയുന്നത് പ്രായം കൂടുമ്പോഴല്ലേ? അല്ലാതെ ചെറിയ പ്രായത്തിൽ കേൾവി കുറയുമോ? ഡെഫിനറ്റ്ലി. ഉം. അത് കാരണം ഒരു ചില കുട്ടികൾക്ക് വേറെ ഇൻഫെക്ഷൻ, വേറെ കൈൻഡ് ഓഫ്, നമ്മൾ സിൻഡ്രോമിക് ചിൽഡ്രൻ എന്ന് പറയും. ഉം. വേറെ പല അസുഖങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഹിയറിങ്ങിനെ ബാധിക്കാം. ഉം. പിന്നെ ഈ ഒരു പെട്ടെന്നൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, ജോണ്ടിസ് വന്നാൽ കുട്ടികൾക്ക് ചെവിനെ ബാധിക്കാം. ആ. അപ്പോൾ പ്രായം കൂടുമ്പോൾ വരുന്നത്, നമ്മൾ ഈ കണ്ണിന് കാഴ്ച കുറയുന്ന മാതിരി ഉം. പ്രായം കൂടുമ്പോൾ ചെവിയിലും കേൾവി കുറയും. ഉം. അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല ഹിയറിംഗ് എയ്ഡ്. ഏ. പക്ഷെ ഈ മറ്റേ ഇതൊരു ജോണ്ടിസും ഇതൊക്കെ ആണെങ്കിലും ആ. അതിന് വേറെ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് തന്നെ വേണ്ടി വരും. പക്ഷെ സഡൻ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ആ. അതിന് സ്റ്റീറോയിഡ് ട്രൈ ചെയ്താൽ ചിലപ്പോൾ നല്ല പോലെ പെട്ടെന്ന് പെട്ടെന്ന് അതിന് ട്രീറ്റ്മെന്റ് വരണം.